ഓണം നമ്മുടെ പടിക്കലെത്തിയല്ലേ. അടപ്രഥമനില്ലാതെ എന്ത് ഓണം. നമുക്ക് ഇന്ന് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു അടപ്രഥമൻ തയ്യാറാക്കാം. അതിനായി ഒരു കടായി അടുപ്പിലേക്ക് വെക്കാം. ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന അടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു കുക്കറിനകത്ത് ഒരു വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുത്തതാണ് ഇത്. വെള്ളമെല്ലാം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിനെ നമ്മൾ ആ കടായിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരപ്പാനിയാണ്. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 2 ശർക്കര ഉരുക്കി പാനിയാക്കിയതാണിത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് അട നന്നായിട്ട് തിളയ്ക്കണം. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1.5 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും 2 ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകത്തിന്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാൻ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 3-ാം പാലാണ്. 1.5 മുറി തേങ്ങ ചിരകി അതിനെ പാലാക്കി വേർതിരിച്ചു. അതിൽ 3-ാം പാൽ ആദ്യമായി ചേർത്ത് കൊടുത്തു. 3-ാം പാലിൽ കിടന്ന് ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് 1 കപ്പ് അളവിൽ ചവ്വരി വേവിച്ചതാണ്. ആ വേവിച്ച ചവ്വരി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ഈ 2-ാം പാലിൽ കിടന്നും ഇത് നന്നായിട്ട് തിളച്ച് അത് നന്നായിട്ട് വറ്റി വരണം. വറ്റി വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് ബാക്കിയുള്ള അവസാനത്തെ 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് കുറുകി തിളച്ച് കുറുകി വറ്റണം. ഈ സമയത്ത് അവസാനത്തെ പാലായിട്ടുള്ള 1-ാം പാല് ചേർത്ത് കൊടുത്ത് ഇനിയിപ്പം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതിയാകും. ഇനി ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിലേക്ക് ആദ്യമായി ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് കുറച്ച് കാഷ്യൂവും കുറച്ച് പീനട്ടും പിന്നെ ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഉണക്കമുന്തിരി നെയ്യിൽ കടന്ന് നന്നായിട്ട് വീർത്ത് വരുമ്പോഴേക്കും ഇതിനെ ഫ്ലെയിം ഓഫാക്കി അടപ്രഥമനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി പഴവും പപ്പടവും പ്രഥമനിലിട്ട് നന്നായിട്ട് ഇളക്കി കഴിച്ചു കഴിഞ്ഞാൽ ഓണസദ്യ കെങ്കേമമാകും.